ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ 24-ാം അധ്യായം സൂറത്തു നൂറാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സൂറത്തിലെ 43 ആയത്തുകളാണ് ഇതിനകം നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് ഇൻഷാ അല്ലാഹ് 44 മുതൽ 46 വരെയുള്ള ആയത്തുകൾ നമുക്ക് നോക്കാം. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യുഖല്ലിബുല്ലാഹുൽ ലൈല വന്നഹാർ ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിഉലിൽ അബ്സാർ വല്ലാഹു ഖലഖ കുല്ല ദാബത്തിൻ മിമ്മാ ഫമിൻഹും മൻ യംശി അലാ ബത്നിഹി വമിൻഹും മൻ യംശി അലാ റിജ്ലൈൻ വമിൻഹും മൻ യംശി അലാ റിജ്ലൈനി വമിൻഹും മൻ യംശി അലാ അർബഅ യഖ്ലുഖുല്ലാഹു മാ യശാ ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലഖദ് അൻസൽനാ ആയാതിൻ മുബയ്യിനാത് വല്ലാഹു യഹ്ദി മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. കഴിഞ്ഞ ക്ലാസ്സിൽ മേഘങ്ങളിലെ ദൈവിക ദൃഷ്ടാന്തങ്ങളെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത്. നമ്മൾ ആലോചിച്ച് നോക്കണം, 1500 കൊല്ലങ്ങൾക്ക് മുമ്പ് മേഘങ്ങളെക്കുറിച്ചൊക്കെ ഇത്ര വിശദമായി ഈ രൂപത്തിൽ ഒരു ഗ്രന്ഥത്തിൽ വരിക എന്ന് പറഞ്ഞാൽ ഒരിക്കലും മനുഷ്യരെ കൊണ്ട് അത് സാധിക്കുന്ന കാര്യമല്ലല്ലോ. മേഘങ്ങൾക്ക് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നൊക്കെ ഇത്രയും കൃത്യമായി ഒരു ഗ്രന്ഥത്തിൽ വരുമ്പോൾ അത് തെളിയിച്ചതിന് ശേഷമെങ്കിലും, ശാസ്ത്രം അതിലടങ്ങിയിരിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷമെങ്കിലും ആ ഗ്രന്ഥത്തെ അംഗീകരിക്കേണ്ടതല്ലേ ശരിക്ക്? സാധാരണക്കാർക്ക് പോലും ചിന്തിച്ചാൽ മനസ്സിലാകും, ഇത്രയും കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ മേഖലയിലുള്ള പഠനം എവിടെയും എത്താത്ത ഒരു കാലത്ത് ഇത്ര കൃത്യമായി ആ ഒരു മേഘങ്ങളെക്കുറിച്ച് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ വിവരിച്ചിരിക്കുന്നു. നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുകയാണ്, നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്, ആ ദൃഷ്ടാന്തങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ എല്ലാ ആളുകളും ആ തരത്തിൽ ചിന്തിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല. ശേഷം അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നു, യുഖല്ലിബുല്ലാഹുൽ ലൈല വന്നഹാർ. യുഖല്ലിബു, ഖല്ലബ എന്ന് പറഞ്ഞാൽ മാറ്റിമറിച്ചു എന്നാണ്. ഖൽബ് നമ്മൾ പറയാറില്ലേ, ഹൃദയത്തിന് ഖൽബ് എന്ന് പറയും. ശരിക്ക് ഖൽബ് എന്ന് പറഞ്ഞാൽ മാറി മറിയുന്നത് എന്നാണ്. നമ്മുടെ ചിന്തകൾ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ യുഖല്ലിബു, മാറ്റിമറിക്കും, മാറ്റിമറിക്കുന്നു. ആര്? അള്ളാഹു. അള്ളാഹു മാറ്റിമറിക്കുന്നു. അൽ ലൈല, രാത്രിയെ, വൻ നെഹാറ, പകലിനെയും. വാവ് അത്തിഫിൻ്റെ വാവാണ്, എന്നർത്ഥത്തിൽ. നെഹാർ പകൽ. രാത്രിയെയും പകലിനെയും അള്ളാഹു മാറ്റിമറിച്ചു കൊണ്ടിരിക്കുന്നു, മാറ്റിമറിക്കുന്നു. ഇന്ന, നിശ്ചയമായും, തീർച്ചയായും. ഫീ ദാലിക, ഫീ എന്ന് പറഞ്ഞാൽ ഇൽ അല്ലെങ്കിൽ ഇൽ ഉണ്ട്. ദാലിക, അത്. ഫീ ദാലിക, അതിൽ ഉണ്ട്. ലഇബ്റതൻ, ലാമ് തൗക്കീദിൻ്റെ ലാമാണ്, അങ്ങനെ തന്നെ എന്ന് ഉറപ്പിച്ച് പറയാൻ വേണ്ടിയിട്ട്. ഇബ്റത്ത് എന്ന് പറഞ്ഞാൽ ഗുണപാഠം അല്ലെങ്കിൽ ചിന്താവിഷയം. അപ്പോൾ ലഇബ്റതൻ, ഒരു ഗുണപാഠം തന്നെ, ചിന്താവിഷയം തന്നെ. ലി ഉലിൽ അബ്സ്വാർ, ലി ഉലി, ഉലി എന്ന് പറഞ്ഞാൽ ഉള്ള. ലി ഉലി, ഉള്ളവർക്ക് എന്നർത്ഥം കൊടുക്കാം. എന്തുള്ളവർക്ക്? അബ്സ്വാർ, അൽ അബ്സ്വാർ. ബസർ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് അബ്സ്വാർ. കാഴ്ച, കണ്ണ് എന്നുള്ള അർത്ഥമുണ്ട്, അല്ലെങ്കിൽ കാഴ്ച എന്നുള്ള അർത്ഥമുണ്ട്. അപ്പോൾ അബ്സ്വാർ, കാഴ്ചകൾ, കണ്ണുകൾ. ലി ഉലിൽ അബ്സ്വാർ, കാഴ്ചകൾ ഉള്ളവർക്ക് അല്ലെങ്കിൽ കണ്ണുകൾ ഉള്ളവർക്ക്. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം യുഖല്ലിബുല്ലാഹുൽ ലൈല വന്നഹാർ ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിഉലിൽ അബ്സ്വാർ. അള്ളാഹു രാത്രിയെയും പകലിനെയും മാറ്റിമറിച്ചു കൊണ്ടിരിക്കുന്നു. തീർച്ചയായും കാഴ്ചയുള്ളവർക്ക് അതിൽ ചിന്താവിഷയമുണ്ട് അല്ലെങ്കിൽ ഗുണപാഠമുണ്ട്. അടുത്ത ആയത്ത്, വല്ലാഹു ഖലഖ കുല്ല ദാബത്തിൻ. വല്ലാഹു, അതുമാത്രമല്ല ഇനി പറയുന്നതും, അവിടെ വാവ് അത്ഫിൻ്റെ വാവാണ്. അള്ളാഹു ഖലഖ, സൃഷ്ടിച്ചു. കുല്ല, എല്ലാ
ദാബത്ത് ജീവിവർഗം അല്ലെങ്കിൽ ജന്തു. വല്ലാഹു ഖലഖ കുല്ല ദാബത്തിൻ, അള്ളാഹു എല്ലാ ജീവികളെയും സൃഷ്ടിച്ചു. മിൻ മാ ഇൻ, മിൻ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന്, മാ വെള്ളം, മിൻ മാ ഇൻ വെള്ളത്തിൽ നിന്ന്. ഫ മിൻഹും, ഫ എന്നാൽ, മിൻഹും മിൻ ഇൽ നിന്ന്, ഹും അവർ, മിൻഹും അവരിൽ നിന്ന്, ഇവിടെ അവയിലുണ്ട് എന്നർത്ഥം. മൈ യംഷി, മൻ അവർ അല്ലെങ്കിൽ അവൻ, യംഷി മഷാ യംഷി, മഷാ എന്ന് പറഞ്ഞാൽ നടന്നു, യംഷി നടക്കുന്നു അല്ലെങ്കിൽ ചലിക്കുന്നു. മൈ യംഷി ചലിക്കുന്നവർ, നടക്കുന്നവർ. അല ബത്തുനിഹി, ബത്തുന് വയറ് അല്ലെങ്കിൽ ഉദരം, അല എന്ന് പറഞ്ഞാൽ മേൽ, ബത്തുനിഹി അവസാനത്തിലൊരു ഹി ഉണ്ട്, അതിൻ്റെ. അല ബത്തുനിഹി അതിൻ്റെ ഉദരത്തിന്മേൽ അല്ലെങ്കിൽ അതിൻ്റെ വയറിന്മേൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദരം കൊണ്ട്, അതിൻ്റെ വയറുകൊണ്ട്. വ മിൻഹും മാത്രമല്ല അവയിലുണ്ട്, വാവ് അത്ഫിൻ്റെ വാവ്, ഇപ്പോൾ പറഞ്ഞത് മാത്രമല്ല ഇനി പറയുന്നതും. മിൻഹും അവയിലുണ്ട്. മൈ യംഷി നടക്കുന്നവർ അല്ലെങ്കിൽ ചലിക്കുന്നവർ, അല റിജിലൈനി, റിജിൽ എന്ന് പറഞ്ഞാൽ കാല്, റിജിലൈനി രണ്ട് കാലുകൾ. റജുലുൻ എന്ന് പറഞ്ഞാൽ പുരുഷനാണ്, അതിൻ്റെ ബഹുവചനം റിജാൽ എന്നാണ്, പുരുഷന്മാർ. അത് അങ്ങോട്ടോട്ട് മാറിപ്പോകരുത്. റിജിലുൻ എന്ന് പറഞ്ഞാൽ കാല്, റിജിലൈനി അല്ലെങ്കിൽ റിജിലാനി എന്നൊക്കെ പറഞ്ഞാൽ രണ്ട് കാലുകൾ. അലാ റിജിലൈനി രണ്ട് കാലുകളിന്മേൽ എന്ന് പറഞ്ഞാൽ രണ്ട് കാലുകൾ കൊണ്ട്. വമിൻഹും അത് മാത്രമല്ല അവയിലുണ്ട്, വാവ് അത്ഫിൻ്റെ വാവ്, മിൻഹും അവയിലുണ്ട്. മൈ യംഷി ചലിക്കുന്നവർ, നടക്കുന്നവർ. അലാ അർബൈൻ, അല മേൽ, അർബ നാല്, നാലിൻ മേൽ എന്ന് പറഞ്ഞാൽ നാല് കാലുകൾ കൊണ്ട്. തൊട്ട് മുമ്പ് രണ്ട് കാലുകൾ കൊണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം നാല് കൊണ്ട് എന്ന് പറഞ്ഞാൽ നാല് കാലുകൾ കൊണ്ട്. യഹ്ലുഖുല്ലാഹു ഖലഖ സൃഷ്ടിച്ചു, യഹ്ലുഖു സൃഷ്ടിക്കും, സൃഷ്ടിക്കുന്നു. യഹ്ലുഖുല്ലാഹു അള്ളാഹു സൃഷ്ടിക്കുന്നു. മാ യശാഉ, ഷാ ഉദ്ദേശിച്ചു, യശാഉ ഉദ്ദേശിക്കും, ഉദ്ദേശിക്കുന്നു. മാ എന്ന് പറഞ്ഞാൽ അത്, മാ യശാഉ അവൻ ഉദ്ദേശിക്കുന്നത്. യഹ്ലുഖുല്ലാഹു മാ യശാഉ അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നത് സൃഷ്ടിക്കുന്നു. ഇന്നല്ലാഹ തീർച്ചയായും അള്ളാഹു, ഇന്ന നിശ്ചയമായും അല്ലെങ്കിൽ തീർച്ചയായും, ഇന്നല്ലാഹ നിശ്ചയമായും അള്ളാഹു, അലാ കുല്ലി ഷൈഇൻ എല്ലാ കാര്യത്തിനും, അല എന്ന് പറഞ്ഞാൽ മേൽ, കുല്ല് എല്ലാം, ഷെയ് കാര്യം, എല്ലാ കാര്യത്തിന്മേലും എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങൾക്കും, ഖദീർ കഴിവുള്ളവനാണ്. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം, വല്ലാഹു ഖലഖ കുല്ല ദാബത്തിൻ മിമ്മാ, അള്ളാഹു എല്ലാ ജന്തുക്കളെയും എല്ലാ ജീവികളെയും വെള്ളത്തിൽ നിന്ന് സൃഷ്ടിച്ചു. ഫമിൻഹും മൈ യംഷി അല ബത്നിഹി വമിൻഹും മൈ യംഷി അല റിജിലൈനി വമിൻഹും മൈ യംഷി അല അർബ, അവയുടെ കൂട്ടത്തിൽ ഉദരം കൊണ്ട് സഞ്ചരിക്കുന്നവയുണ്ട്, ചലിക്കുന്നവയുണ്ട്, രണ്ട് കാലുകൾ കൊണ്ട് ചലിക്കുന്നവയുണ്ട്, നാല് കാലുകൾ കൊണ്ട് ചലിക്കുന്നവയുണ്ട്. യഖ്ലുഖുല്ലാഹു മാ യശാഉ അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവ സൃഷ്ടിക്കുന്നു. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ്. അടുത്ത ആയത്ത്, ലഖദ് അൻസൽനാ, ലഖദ്, ഖദ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും, അത് മാളിയായ പദത്തിൻ്റെ മുമ്പിൽ വരുമ്പോഴാണ് തീർച്ചയായും എന്നുള്ള അർത്ഥം. മുദാരിയുടെ മുമ്പിൽ വരുമ്പോൾ ഏറെക്കുറെ എന്നുള്ള അർത്ഥം. ഇവിടെ അൻസൽന, അൻസല എന്നുള്ള പദത്തിൻ്റെ മുമ്പിലാവുന്നത്, അൻസല മാളിയാണ്, അതുകൊണ്ട് ഖദ് എന്നുള്ളതിന് തീർച്ചയായും എന്നുള്ള അർത്ഥം കൊടുക്കണം. അതിൻ്റെയും തുടക്കത്തിലൊരു ലാമുണ്ട്, അത് തൗക്കീദിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ലഖദ് തീർച്ചയായും, അങ്ങനെ തന്നെ, രണ്ട് ഉറപ്പിക്കലാണ്. ലാ എന്ന് പറഞ്ഞാൽ തൗക്കീദാണ്, അങ്ങനെ തന്നെ. ഖദ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും, അതും ശരിക്കൊരു തൗക്കീദാണ്. അപ്പോൾ രണ്ട് തൗക്കീദുകൾ അത്രയും ഉറപ്പിച്ച് പറയാണ്. ലഖദ് തീർച്ചയായും, അൻസൽന, അൻസല ഇറക്കി, നസല ഇറങ്ങി, അൻസല ഇറക്കി, അൻസൽന അവസാനത്തിൽ നാ എന്നുണ്ട്, നാം ഇറക്കി, നാം അവതരിപ്പിച്ചു. ആയാത്തിൻ, ആയത്ത് എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ആയാത്ത്. ആയാത്ത് എന്ന് പറഞ്ഞാൽ വചനങ്ങൾ അല്ലെങ്കിൽ ദൃഷ്ടാന്തങ്ങൾ, ലക്ഷ്യങ്ങൾ, അങ്ങനെയൊക്കെ അർത്ഥമുണ്ട്. ആയത്തുൻ എന്ന് പറഞ്ഞാൽ വചനം അല്ലെങ്കിൽ ദൃഷ്ടാന്തം, ലക്ഷ്യം. അപ്പോൾ അതിൻ്റെ ബഹുവചനം ആയാത്ത്. വചനങ്ങൾ, ലക്ഷ്യങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ. എങ്ങനെയുള്ള വചനങ്ങളാണ്, എങ്ങനെയുള്ള ദൃഷ്ടാന്തങ്ങളാണ്? മുബയ്യിനാത്ത് വ്യക്തമാക്കുന്ന. അപ്പോൾ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ അല്ലെങ്കിൽ വ്യക്തമാക്കുന്ന ദൃഷ്ടാന്തങ്ങൾ. വല്ലാഹു യഹ്ദീ മൻ യശാഉ, വല്ലാഹു അവിടെ വാവ് ഇസ്തിനാഫിയുടെ വാവാണ്, പ്രത്യേകിച്ച് അർത്ഥം കൊടുക്കണ്ട. വല്ലാഹു അല്ലാഹു, യഹ്ദീ
ഹദ എന്ന് പറഞ്ഞാൽ നയിച്ചു, അല്ലെങ്കിൽ മാർഗം കാണിച്ചു, വഴി കാണിച്ചു എന്നൊക്കെയാണ്. യഹ്ദി വഴി കാണിക്കും, വഴി കാണിക്കുന്നു, നയിക്കും, നയിക്കുന്നു, മാർഗം കാണിക്കും, മാർഗം കാണിക്കുന്നു. മൈ യശാ ഉ അവൻ ഉദ്ദേശിക്കുന്നവർക്ക്, മൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവർ, യശാ ഉ ഷാ ആ യശാ ഉ ഷാ ആ ഉദ്ദേശിച്ചു, യശാ ഉ ഉദ്ദേശിക്കും, ഉദ്ദേശിക്കുന്നു. മൈ യശാ ഉ അവൻ ഉദ്ദേശിക്കുന്നവർ. അപ്പോൾ യഹ്ദി മൈ യശാ ഉ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് മാർഗം കാണിച്ചു കൊടുക്കുന്നു, വഴി കാണിച്ചു കൊടുക്കുന്നു. ഇലാ സിറാത്തിൻ, സിറാത്ത് എന്ന് പറഞ്ഞാൽ പാത, വഴി, മാർഗം. ഇലാ സിറാത്തിൻ പാതയിലേക്ക്, വഴിയിലേക്ക്. എങ്ങനെയുള്ള വഴിയാണ്, എങ്ങനെയുള്ള പാതയാണ്? മുസ്തഖീം നേരായ, ചൊവ്വായ. ആയത്തിൻ്റെ ഒന്നിച്ചുള്ള അർത്ഥം ലഖദ് അൻസൽന ആയാത്തി മുബയ്യിനാത്ത് നിശ്ചയമായും നാം വ്യക്തമാകുന്ന അല്ലെങ്കിൽ വ്യക്തമാക്കുന്ന വചനങ്ങൾ അല്ലെങ്കിൽ ദൃഷ്ടാന്തങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. വല്ലാഹു യഹ്ദീ മൻ യശാ ഉ ഇലാ സിറാത്തി മുസ്തഖീം അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് നേർമാർഗം കാണിച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ അവൻ ഉദ്ദേശിക്കുന്നവരെ നേർമാർഗത്തിലേക്ക് നയിക്കുന്നു. ഇനി നമുക്ക് ഈ ആയത്തുകളുടെ വിശദീകരണത്തിലേക്ക് പോകാം. 44-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുകയാണ്, അള്ളാഹു രാത്രിയെയും പകലിനെയും മാറ്റിമറിക്കുന്നു. തീർച്ചയായും കാഴ്ചയുള്ളവർക്ക് അതിൽ ചിന്താവിഷയമുണ്ട്, ഗുണപാഠമുണ്ട്. രാത്രിയെയും പകലിനെയും മാറ്റിമറിക്കുക എന്നുള്ളത് നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. നമുക്ക് പകലാകുന്നു, രാത്രിയാകുന്നു, വീണ്ടും പകലാകുന്നു, വീണ്ടും രാത്രിയാകുന്നു. പക്ഷേ ഇതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ ഇരുന്ന് ചിന്തിക്കാറില്ല. എങ്ങനെയാണിത് സംഭവിക്കുന്നത്? കുറച്ച് സമയം രാത്രിയാകുന്നു, നല്ല ഇരുട്ട്, നമുക്ക് ഉറങ്ങാൻ സാധിക്കുന്നു, ശാന്തമായ ഒരു അവസ്ഥ ലഭിക്കുന്നു. പിന്നീട് പകൽ, എല്ലാം സജീവമാകുന്നു, എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നു, പ്രകാശം പരക്കുന്നു, എല്ലാ കാര്യങ്ങളിലേക്കും എല്ലാവരും സജീവമായി ഇറങ്ങുന്നു. ഇതിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ എങ്ങനെയാണ് അള്ളാഹു ഈ രാത്രിയെയും പകലിനെയും മാറ്റിമറിക്കുന്നത്? ഈ ഒരു കാര്യത്തെക്കുറിച്ച് അത്ര ആഴത്തിലൊരു പക്ഷേ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവില്ല. അള്ളാഹു ഇവിടെ നമ്മുടെ ചിന്തയെ അങ്ങോട്ട് കൊണ്ടുപോവാണ്. അള്ളാഹു ആണത് ചെയ്യുന്നത് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി നമ്മൾ ചിന്തിക്കണം, എങ്ങനെയാണ് അള്ളാഹു അത് ചെയ്യുന്നത്, എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്. നമുക്കറിയാം, ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. സൂര്യൻ ഒരു ഭാഗത്തുനിന്ന് ആ ഭൂമിയുടെ മേലേക്ക് ലൈറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പ്രകാശം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭൂമിയുടെ ഏത് ഭാഗത്തേക്കാണോ ആ പ്രകാശം തട്ടുന്നത് അവിടെ പകലായിരിക്കും, അതിൻ്റെ മറുഭാഗത്ത് രാത്രിയായിരിക്കും. പക്ഷേ നോക്കൂ നിങ്ങൾ, ഈ കറക്കത്തിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. തോന്നിയ പോലെ കറങ്ങല്ല, കൃത്യമായ രൂപത്തിലാണ് ആ കറക്കം. അതിൽ തന്നെ ചില സമയങ്ങളിൽ രാത്രിയുടെ അളവ് കുറച്ച് കൂടും, ചില സമയങ്ങളിൽ പകലിൻ്റെ അളവ് കുറച്ച് കൂടും. എന്നാൽ ഒന്നിച്ചെടുത്തു കഴിഞ്ഞാൽ, രാത്രിയും പകലും കൂടെ എടുത്തു കഴിഞ്ഞാൽ ഒന്നിച്ചൊരു കൃത്യമായ സമയം. അപ്പോൾ ഒരു കൃത്യമായ കറക്കം അള്ളാഹു അതിനെ നിശ്ചയിച്ചിട്ടുണ്ട്. ആ കറക്കം അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ആ കറക്കത്തിൻ്റെ വേഗത നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. വിമാനം പോകുന്ന വേഗതയുണ്ടല്ലോ, അതിൻ്റെ ഇരട്ടി വേഗതയിലാണ് നമ്മളുടെ ഭൂമി ഇങ്ങനെ കറങ്ങുന്നത്. ആ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭൂമിയുടെ മേലെയാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. എന്നിട്ട് നമ്മൾ അതറിയുന്നുണ്ടോ? അങ്ങനെ കറങ്ങുന്നൊരു ഭൂമിയുടെ മേലെയാണ് നമ്മൾ ജീവിക്കുന്നത്, നമ്മൾ അറിയുന്നുണ്ടോ? ഇനി ആ കറക്കം കൊണ്ട് നമുക്ക് വല്ല പ്രയാസമുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രയാസം ആ ഒരു കറക്കം കൊണ്ടുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ സുഖമായിട്ട് ജീവിക്കുകയാണ് ഈ ഭൂമിയുടെ മേലെ. കണ്ടു കഴിഞ്ഞാൽ തോന്നും, നമ്മൾ ചിന്തിച്ചാൽ തോന്നും ഒരു പക്ഷേ ഭൂമി അനങ്ങുന്നേ ഇല്ല എന്ന്. പക്ഷേ വിമാനം പോകുന്ന വേഗതയുടെ ഇരട്ടി വേഗതയിൽ, ഏകദേശം ഒരു മണിക്കൂറിൽ 1670, നമ്മുടെ ബസ്സും കാറും ഒക്കെ പോകുന്ന വേഗത ഒരു മണിക്കൂറിൽ 80, 90, 100 ഒക്കെയാണ് പൊതുവെ. അല്ലെങ്കിൽ സാധാരണഗതിയിൽ 40 മുതൽ ഒരു 100 വരേക്കെന്ന് പറയാം. അത്രയ്ക്ക് വേഗതയിലാണ് പോകുന്നത്. പക്ഷേ ഭൂമി കറങ്ങുന്നത് ഒരു മണിക്കൂറിൽ 1670 കിലോമീറ്റർ വേഗതയിലാണ്. എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂർ കൊണ്ട് ഒരു സാധനം ഒരു സ്ഥലത്തു നിന്ന് 1670 കിലോമീറ്റർ അപ്പുറത്തെത്തുന്ന ഒരവസ്ഥയും ചിന്തിച്ച് നോക്കൂ. അത്ര വേഗതയിലാണ് ഭൂമി കറങ്ങുന്നത്. എന്നിട്ട് പോലും നമുക്ക് യാതൊരു പ്രയാസവും ഇല്ല. അപ്പോൾ ഇളകിക്കൊണ്ടിരിക്കുന്ന, ചലിക്കുന്ന ഭൂമിയുടെ പുറത്താണ് നമ്മളുള്ളത്. ഒരു തൊട്ടിയിൽ ഒരു കുട്ടി ഉറങ്ങുന്ന സമയത്ത് ആ തൊട്ടി ഇങ്ങനെ ആട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് സുഖമായൊരു ഉറക്കം കിട്ടും. ഇതേപോലെ ഈ ചലിക്കുന്ന ഭൂമിയുടെ മേലെ നമ്മൾ ജീവിക്കുന്നത് സുഖമായിട്ടാണ്. അതുകൊണ്ട് ഭൂമിയെ ഒരു തൊട്ടിൽ പോലെ എന്നും അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ രാത്രിയും പകലും മാറി മറിയുന്നതിലുള്ള അത്ഭുതങ്ങൾ നമ്മളെ വളരെയധികം ചിന്തിപ്പിക്കും. അതിൻ്റെ പിന്നിലൊരു സൃഷ്ടാവുണ്ട് എന്നുള്ള കാര്യം ഏതൊരു സാധാരണക്കാർക്കും ബോധ്യമാവും.
അതിൽ പ്രത്യേകിച്ച് കൂടുതൽ അറിവൊന്നും വേണ്ട. ഈ ഭൂമിയുടെയും സൂര്യൻ്റെയും ഒക്കെ പ്രവർത്തനങ്ങളും എങ്ങനെയാണ് രാത്രിയും പകലും മാറി മറിയുന്നത് എന്നൊക്കെ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഏതൊരാൾക്കും അതിൻ്റെ പിന്നിലൊരു സൃഷ്ടാവുണ്ട്, ഇല്ലാതെ ഒരിക്കലും നടക്കൂല എന്നുള്ള കാര്യം ഉറപ്പാവും. ആ സൃഷ്ടാവിനെ അംഗീകരിച്ചേ പറ്റൂ. ഇനി ആരെങ്കിലും ലോകത്ത് ഇന്നേ വരെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ രാത്രിയെയും പകലിനെയും ഒക്കെ എനിക്ക് സൃഷ്ടിക്കാൻ പറ്റും, ഉണ്ടാക്കുന്നത്, ഞാനത് ഉണ്ടാക്കി കാണിച്ചു തരാം? ആർക്കെങ്കിലും അതിൻ്റെ ഒരു അവകാശവാദം എടുക്കാൻ പറ്റൂ? അള്ളാഹു പറയുന്നു അള്ളാഹുവാണ് അത് ചെയ്യുന്നത്. എന്നാൽ ആർക്കാണ് അതിനെ നിഷേധിക്കാൻ പറ്റുക? അല്ല, അത് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റുന്ന ആരാ ഉള്ളത്? അതുകൊണ്ട് ആ അള്ളാഹുവിനെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് ഇന്ന ഫീ ദാലിക്കൽ ഇബ്റത്തല്ലി ഉലിൽ അബ്സ്വാർ. കാഴ്ചയുള്ളവർക്ക് അതിൽ ചിന്താവിഷയമുണ്ട്, ഗുണപാഠമുണ്ട്. കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മളുടെ ശരിക്കുള്ള കണ്ണിൻ്റെ ആ ഒരു കാഴ്ചയല്ല, ഉൾക്കാഴ്ച, മനസ്സുകൊണ്ടുള്ളൊരു കാഴ്ചയുണ്ടല്ലോ, മനോദൃഷ്ടി എന്നൊക്കെ പറയാം. ആ ഉൾക്കാഴ്ചയുള്ള ആളുകൾക്ക്, അത് ശരിക്ക് കണ്ണ് കാണാത്ത ആളുകൾക്കും ആ ഉൾക്കാഴ്ച ഉണ്ടാവും, ആ ചിന്താശക്തി ഉണ്ടാവും. അതിനെയാണ് ആ ഉൾക്കാഴ്ച എന്ന് പറയുന്നത്. ആ ഉൾക്കണ്ണുകൾ എല്ലാവർക്കും ഉണ്ട്. ആ ഉൾക്കണ്ണുകളുള്ള ബുദ്ധിശക്തി, ചിന്തിക്കാനുള്ള ബുദ്ധിയുള്ള ആർക്കും ഈ ഒരു കാര്യം ബോധ്യപ്പെടും. അതാണ് ഇന്ന ഫീ ദാലിക, നിശ്ചയമായും അതിനകത്തുണ്ട്, ലാ ഇബ്റത്തൻ, തീർച്ചയായും ചിന്താവിഷയം തന്നെ ഉണ്ട്. ആർക്ക്? ലി ഉലിൽ അബ്സ്വാർ, ആ രൂപത്തിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് അതിൽ ചിന്താവിഷയമുണ്ട്. ഇവിടെ ഇബ്റത്തൻ എന്നൊരു വാക്ക് ഉപയോഗിച്ചു, ലാ ഇബ്റത്തൻ. ശരിക്ക് ഇബ്റ എന്ന് പറയുമ്പോൾ അറിയുന്ന ഒരു അറിവിൽ നിന്ന് അറിയാത്ത ഒരു അറിവിനെ കണ്ടെത്തുക എന്നൊരു അർത്ഥവും അതിനുണ്ട്. അപ്പോൾ നമുക്ക് കണ്ണുകൊണ്ട് കാണുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളിൽ നിന്ന് നമുക്ക് അതിൻ്റെ അപ്പുറത്തുള്ള ചില അറിവുകളെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റണം. അപ്പോൾ ഈ ഒരു കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭൂമിയെപ്പറ്റിയും പ്രകാശം ചൊരിയുന്ന സൂര്യനെ പറ്റിയും ഒക്കെ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള, അതിനെ നിയന്ത്രിക്കുന്ന ആ ശക്തിയെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് കഴിയണം. വൈകുന്നേര സമയങ്ങളിലൊക്കെ ആകാശത്ത് മനോഹരമായ ശോഭ കാണൂലേ, നല്ല ഭംഗിയുള്ള കാഴ്ചകൾ കാണും. പല നിറത്തിലുള്ള ആകാശത്തിൻ്റെ ആ ഒരു പടിഞ്ഞാറ് ഭാഗത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ മനോഹരമായ രൂപത്തിൽ ഇങ്ങനെ കാണും. നമ്മളത് കണ്ട് ആസ്വദിക്കാറാണ് പലപ്പോഴും. പക്ഷേ അതിൻ്റെ പിന്നിലുള്ള കലാകാരനെ, ഒരു കല കാണുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള കലാകാരനെയാണ് നമ്മൾ ഓർക്കേണ്ടത്. ഈ പ്രകൃതിയിൽ എന്തൊക്കെ ഭംഗികൾ കാണാൻ നമ്മൾ യാത്ര പോവാറുണ്ട്, എന്തൊക്കെ തരത്തിലുള്ള ഭംഗികൾ ആസ്വദിക്കാൻ. പക്ഷെ അത് ആസ്വദിക്കുമ്പോൾ ആ കലാകാരൻ, അതിൻ്റെ പിന്നിലുള്ള കലാകാരനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ടോ? ആ ഒരു സൃഷ്ടാവിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അവിടെയാണ് അള്ളാഹു പറയുന്നത് ചിന്താശക്തിയുള്ള ആളുകൾക്ക്, മനസ്സുകൊണ്ട് ചിന്തിക്കാൻ കഴിയുന്ന ആളുകൾക്ക് ഇതിലൊക്കെ വലിയ ചിന്താവിഷയമുണ്ട്, വലിയ ഗുണപാഠമുണ്ട്. വീണ്ടും അള്ളാഹു നമ്മളെ ചിന്തിപ്പിക്കുകയാണ്, നമ്മളുടെ ചിന്തയെ തൊട്ടുണർത്തുകയാണ്. വല്ലാഹു ഖലഖ കുല്ല ദാബത്തിൻ മിമ്മാ, അള്ളാഹു എല്ലാ ജീവികളെയും വെള്ളത്തിൽ നിന്ന് സൃഷ്ടിച്ചു. എല്ലാറ്റിനെയും വെള്ളത്തിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ആദിമ മനുഷ്യനെ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അവിടുന്ന് അങ്ങോട്ടുള്ള ആ ഒരു മനുഷ്യവർഗത്തിൻ്റെ പരമ്പര നിലനിർത്തുന്നത്, ആ മനുഷ്യവർഗത്തെ നിലനിർത്തുന്നത് അത് വെള്ളത്തിലൂടെയാണ്. അതിന് പല തരത്തിലുള്ള വ്യാഖ്യാനങ്ങളും കൊടുക്കാം. ഒന്ന്, ഒരു സ്ത്രീയുടെ അണ്ടവും പുരുഷൻ്റെ ബീജവും അതിനെക്കുറിച്ച് നമ്മളൊന്ന് പഠനം നടത്തി കഴിഞ്ഞാൽ, അതാണല്ലോ കൂടിച്ചേർന്ന് ഒരു കുഞ്ഞുണ്ടാകുന്നത്. അതിനെക്കുറിച്ച് പഠനം നടത്തി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിലടങ്ങിയിരിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് അതിലടങ്ങിയിരിക്കുന്നത്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് വളരെയധികം കൂടുതലാണ് അതിനകത്ത്. ഇനി അതല്ല, ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജന്തുവിനെ, ഒരു ജീവിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ജീവി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് പലതരം കോശങ്ങൾ കൊണ്ടാണ്, അല്ലേ? നമ്മുടെയൊക്കെ ശരീരം എന്ന് പറഞ്ഞാൽ നോക്കിയാൽ കാണുന്നൊരു ശരീരം നമുക്കുണ്ട്. പക്ഷേ ഈ ശരീരത്തെ ഏറ്റവും ചെറിയ കഷ്ണാക്കി അത് നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അടിസ്ഥാനമായ ഒരു ഘടകം എന്ന് പറഞ്ഞാൽ അത് സെല്ലാണ്, കോശമാണ്. ഏതൊരു ജന്തുവിൻ്റെയും ആ കോശത്തെക്കുറിച്ച് നമ്മളൊന്ന് പഠനം നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ 70 മുതൽ 90% വരെയും വെള്ളമാണ്. അത് ശാസ്ത്രം കണ്ടെത്തിയതാണ് ഇപ്പോൾ. അപ്പോൾ നോക്കൂ നിങ്ങൾ, നമ്മളുടെ ശരീരം എടുത്തു കഴിഞ്ഞാൽ ഈ ശരീരത്തിലെ ഓരോ അടിസ്ഥാന ഘടകവും അത് നിർമ്മിക്കപ്പെട്ടുള്ളത് 90% വരെ, 70 മുതൽ 90% വരെ വെള്ളം കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ശരീരം ഒന്നിച്ചെടുത്തു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ അംശമാണ് ഏറ്റവും കൂടുതൽ. അത് നമുക്ക് നോക്കിയാൽ കാണൂല. നമ്മളുടെ ഓരോ ചെറിയ കോശങ്ങളും, നമ്മുടെ ശരീരത്തിലെ ഓരോ ചെറിയ കോശങ്ങളും, പലതരം കോശങ്ങളുണ്ടല്ലോ,
തൊലി ഉണ്ടാക്കിയത് ഒരു പ്രത്യേക തരം കോശം കൊണ്ടാണ്, എല്ലുണ്ടാക്കിയത് വേറെ തരം കോശങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ഏത് കോശമാവട്ടെ ആ കോശം എടുത്തിട്ട് മൈക്രോസ്കോപ്പിലൂടെ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് അതിൻ്റെ ഭൂരിഭാഗവും വെള്ളമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആർക്കാണ് ഇതൊക്കെ പറയാൻ പറ്റുക ഇത്ര കൃത്യമായിട്ട്? ഇനി ഇതുമല്ലാത്ത മറ്റൊരു വിശദീകരണമുണ്ട്. ഇപ്പോൾ നമുക്കറിയാം ജിന്നുകളെ അള്ളാഹു സൃഷ്ടിച്ചത് തീയിൽ നിന്നാണ്. പക്ഷേ ആ തീയിൽ നിന്ന് ജിന്നുകളെ സൃഷ്ടിച്ചതിന് ശേഷം നമുക്ക് ആ ജിന്നുകളെ കാണുന്നൊന്നുമില്ലല്ലോ. അത് എങ്ങനെയാണ് സൃഷ്ടിച്ചത്, അല്ലെങ്കിൽ ആ തീയിൻ്റെ ഗുണം ആ ഒരു ജിന്നുകൾക്ക് ഉണ്ടാവണമെന്നില്ല. തീ കൊണ്ടാണ് അള്ളാഹു സൃഷ്ടിച്ചത്. പക്ഷേ എന്ന് വിചാരിച്ച് സൃഷ്ടിച്ചതിന് ശേഷം അതിന് തീയിൻ്റെ ഗുണം ഉണ്ടാവണമെന്നില്ല. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് ഇപ്പോൾ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ. എന്നിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു മണ്ണ് പോലെയുണ്ടോ, അല്ലെങ്കിൽ മണ്ണിൻ്റെ എന്തെങ്കിലും ഗുണങ്ങളായിട്ട് നമുക്ക് തോന്നുമോ കണ്ടു കഴിഞ്ഞാൽ? അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ ജീവികളെയും അള്ളാഹു വെള്ളത്തിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എല്ലാ ജീവികളും വെള്ളത്തെപ്പോലെ ആവണമെന്നില്ലല്ലോ, അങ്ങനെ ആയിരിക്കില്ലല്ലോ. അത് വെള്ളത്തിൽ നിന്നാണ് സൃഷ്ടിച്ചത്, പക്ഷേ അതിനുശേഷം അതിൻ്റേതായ ഗുണങ്ങൾ അള്ളാഹു കൊടുത്തു. അത് അങ്ങനെയും മനസ്സിലാക്കാം. അപ്പോൾ ഈ 3 രൂപത്തിൽ നമുക്കതിനെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. എന്നിട്ട് അള്ളാഹു പറയാം, നമ്മുടെ ചിന്തയെ കൊണ്ടുപോകുന്നു നോക്കൂ. ഫമിൻഹും മൻ യംഷി അലാ ബത്നിഹി വമിൻഹും മൻ യംഷി അലാ റിജ്ലൈനി വമിൻഹും മൻ യംഷി അലാ അർബൈൻ. ആ ജീവികളെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ അവയുടെ കൂട്ടത്തിൽ ഉദരം കൊണ്ട് ചലിക്കുന്നവയുണ്ട്, 2 കാല് കൊണ്ട് നടക്കുന്നവയുണ്ട്, 4 കാല് കൊണ്ട് നടക്കുന്നവയുണ്ട്. നമ്മളെ ചിന്തിപ്പിക്കുകയാണ്. അതിൻ്റെ അർത്ഥം ഈ 4 കാലുകൾ കൊണ്ട് നടക്കുന്നവ മാത്രമേ ഉള്ളൂ, അതിനുശേഷം 6 കാലോ 8 കാലോ ഒന്നും ഇല്ല എന്നല്ല അതിൻ്റെ അർത്ഥം. നമ്മുടെ ചിന്തയെ തൊട്ടുനിർത്തുകയാണ്. അതായത് അള്ളാഹു കൊടുത്തിരിക്കുന്ന വ്യത്യസ്തമായ സൃഷ്ടി വൈഭവങ്ങളെക്കുറിച്ച് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുക. ഒറ്റ കാല് പോലും ഇല്ലാതെ സഞ്ചരിക്കുന്നവയെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ അവയെക്കുറിച്ചൊന്ന് പഠനം നടത്തി നോക്കൂ. എങ്ങനെയാണ് ആ കാലുകൾ പോലും ഇല്ലാത്ത ജീവികൾ, ഉദാഹരണത്തിന് പാമ്പൊക്കെ, എങ്ങനെയാണ് അവ സഞ്ചരിക്കുന്നത്? നിങ്ങൾക്കൊന്ന് ചിന്തിച്ചുകൂടെ? മത്സ്യം കാലുകളൊന്നുമില്ല, നടക്കില്ലല്ലോ മത്സ്യം ചെയ്യുന്നത്, നീന്തുകയാണ്. അപ്പോൾ കാലുകളൊന്നും ഇല്ലാത്ത ജീവികളെ നിങ്ങൾക്ക് കണ്ടുകൂടെ? അതാണ് അവിടുത്തെ ചോദ്യം. പിന്നെ 2 കാലുകൾ കൊണ്ടും 4 കാലുകൾ കൊണ്ടും നടക്കുന്നവയുണ്ടെന്ന് പറഞ്ഞാൽ കാലുകളുടെ എണ്ണം കുറഞ്ഞവയും കാലുകളുടെ എണ്ണം കൂടിയവയും ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചെറിയ 2 കാലുകളുള്ള പല ജീവികളുണ്ട്. പക്ഷികളൊക്കെ നടക്കുന്നത് നമുക്കറിയാം 2 കാലുകൊണ്ടാണ് മനുഷ്യൻ നടക്കുന്നത്. ഇനി 4 കാലുകൾ കൊണ്ട് നടക്കുന്നവ യഥേഷ്ടം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇനി അതിനേക്കാൾ കൂടുതൽ 6 കാലുകളുള്ളവയുണ്ട്, അതുപോലെ 8 കാലുകൾ ഉള്ളവയുണ്ട്, അതിനേക്കാൾ കൂടിയ കാലുകളൊക്കെ ഉണ്ട്. ഒരുപാട് കാലുകളുള്ള ജീവികളുണ്ട്. അപ്പോൾ ഈ ജീവികളെക്കുറിച്ചൊക്കെ നിങ്ങൾക്കൊന്ന് പഠനം നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിലുള്ള ഒരു സൃഷ്ടാവിനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് അതിലൂടെ അള്ളാഹു നമ്മെ ബോധിപ്പിക്കുന്നത്. അതല്ലാതെ ആ ഒരു സൃഷ്ടിപ്പ് ഇങ്ങനെ കണ്ട് അതിനെ അത്ഭുതത്തോടു കൂടി നോക്കി നിൽക്കാൻ മാത്രമല്ല, അള്ളാഹു ആ ഒരു സൃഷ്ടിപ്പ് എങ്ങനെയാണ് നടത്തിയത്, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ഒരു സൃഷ്ടാവിനെക്കുറിച്ച് നിങ്ങൾക്കൊന്ന് ചിന്തിച്ചുകൂടെ എന്നാണ് അള്ളാഹു അവിടെ ചോദിക്കുന്നത്. എന്നിട്ട് അള്ളാഹു പറയുന്നു, യഖ്ലുഖുല്ലാഹു മാ യശാ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവ സൃഷ്ടിക്കുന്നു. ആ ഒരു കാര്യത്തിനകത്ത് എല്ലാം പെട്ടു. അവൻ ഉദ്ദേശിക്കുന്നവ സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞാൽ 4 കാലല്ല, 6 കാലോ 8 കാലോ 12 കാലോ എത്ര കാലുള്ളവയും അവൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അതൊക്കെ അവന് സൃഷ്ടിക്കാൻ പറ്റും. ഇനി ഏതൊക്കെ തരത്തിലുള്ള ജീവികളെ വേണമെങ്കിലും അവന് സൃഷ്ടിക്കാൻ പറ്റും. പലപ്പോഴും നമ്മൾ ചില ജീവികളെയൊക്കെ ആദ്യമായിട്ട് കാണുമ്പോൾ അത്ഭുതപ്പെടാറുണ്ട്, അവയുടെ രൂപവും രീതിയുമൊക്കെ. കടലിൽ തന്നെ നിങ്ങൾ നോക്കൂ, എത്ര നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള ജീവികളുണ്ട്. അതേപോലെ പലപ്പോഴും ചില മൃഗശാലകളിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമ്മൾ ചില ജീവിജാലങ്ങളെ കാണുമ്പോൾ അത്ഭുതപ്പെടുകയാണ്. അതേപോലെ ഇൻ്റർനെറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചില അത്ഭുതപ്പെടുത്തുന്ന ജീവികളെ കാണാൻ പറ്റും. അപ്പോൾ അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവ സൃഷ്ടിക്കുന്നു. ആ സൃഷ്ടിപ്പിൻ്റെ അത്ഭുതങ്ങളിലേക്കാണ് മനുഷ്യൻ ചിന്തിക്കേണ്ടത്. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. എങ്ങനെ സൃഷ്ടിക്കാനും ഏത് രൂപത്തിൽ അവയെ ചലിപ്പിക്കാനും എന്തൊക്കെ അവയ്ക്ക് വേണോ അതൊക്കെ ചെയ്യാനും അള്ളാഹുവിന് കഴിവുണ്ട്. അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ്. അവയെ സൃഷ്ടിക്കാൻ മാത്രമല്ല, ബാക്കി എല്ലാ കാര്യങ്ങൾക്കും എന്തൊക്കെ കാര്യങ്ങളുണ്ടോ എല്ലാറ്റിനും അവന് കഴിവുണ്ട്. ലഖദ് അൻസൽനാ ആയാത്തി മുബയ്യിനാത്ത്, അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു പറയാണ്, തീർച്ചയായും നാം വ്യക്തമാക്കുന്ന ആയത്തുകളെ അവതരിപ്പിച്ചിട്ടുണ്ട്. വ്യക്തമാകുന്ന ആയത്തുകൾ അല്ലെങ്കിൽ വ്യക്തമാക്കുന്ന ആയത്തുകൾ.
എന്താണ് ഈ ആയത്തുകളുടെ ദൃഷ്ടാന്തങ്ങളുടെ പ്രത്യേകത? ഇപ്പോൾ ഒന്ന് പരിശുദ്ധ ഖുർആനിലുള്ള ആയത്തുകളെയാണ് ആ ഉദ്ദേശിച്ചതെന്ന് പറയാം. ഇനി പരിശുദ്ധ ഖുർആനിലുള്ള ഓരോ ആയത്തും അത് വചനവുമാണ്, ദൃഷ്ടാന്തവുമാണ്. അപ്പോൾ ആയത്ത് എന്നുള്ളതിന് രണ്ടർത്ഥവും അതിന് യോജിക്കും. പരിശുദ്ധ ഖുർആനിലെ ഏതൊരു വചനമെടുത്താലും ആയത്തെടുത്താലും അത് ഒരു വചനമാണ്, അതോടൊപ്പം അതൊരു ദൃഷ്ടാന്തവുമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു വ്യക്തമാക്കുന്ന ദൃഷ്ടാന്തങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കണ്ടെത്താൻ പറ്റുന്ന, അള്ളാഹു ആരാണ് അല്ലെങ്കിൽ അള്ളാഹു ഉണ്ടോ ഇല്ലേ എന്നുള്ളതിന് ഒരു ഉത്തരം കിട്ടുന്ന തരത്തിലുള്ള ദൃഷ്ടാന്തങ്ങൾ, കാര്യങ്ങൾ വ്യക്തമാക്കുന്ന, യാഥാർത്ഥ്യം വ്യക്തമാക്കുന്ന, നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന, അങ്ങനെ എല്ലാറ്റിനെയും വ്യക്തമാക്കുന്ന ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മളുടെ ചിന്തയെ തൊട്ടുണർത്തുന്ന, നമുക്ക് ചിന്തിക്കാൻ ഉതകുന്ന തരത്തിലുള്ള ആയത്തുകൾ, വചനങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ അതൊരു അത്ഭുതമാണ്. ആ ആയത്തുകൾ തന്നെ അത്ഭുതമാണ്. എന്നാൽ അത് മറ്റ് പല ദൃഷ്ടാന്തങ്ങളെയും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അവ സ്വയം വ്യക്തമാകുന്നുണ്ട്, മറ്റുള്ളവയെ വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആയത്തുകളെ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്നു. എന്നിട്ട് അള്ളാഹു പറയുന്നു, വല്ലാഹു യഹ്ദി മൻ യശാഉ ഇലാ സിറാത്തി മുസ്തഖീം. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് നേർമാർഗം കാണിച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ അവൻ ഉദ്ദേശിക്കുന്നവരെ നേർമാർഗത്തിലേക്ക് നയിക്കുന്നു. ഇവിടെ ഒരു സംശയം തോന്നിയേക്കാം. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ മാത്രം നേർമാർഗത്തിലേക്ക് നയിക്കുകയാണെങ്കിൽ അപ്പോൾ നേർമാർഗത്തിലേക്ക് എത്താത്ത ആളുകൾക്കൊക്കെ അവർക്ക് വേണമെങ്കിൽ പറഞ്ഞൂടെ, അള്ളാഹു ഞങ്ങളെ നേർമാർഗത്തിലേക്ക് ആക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയായി പോയത്? അത് പറയാൻ പറ്റുമോ? അതൊരിക്കലും പറയാൻ പറ്റില്ല. കാരണം അള്ളാഹു ഇവിടെ പറയുന്നത് എന്താണ്? ഒരു ആൾ നേർമാർഗത്തിലേക്കാവണം എന്ന് ഉദ്ദേശിച്ചാൽ, അതിനുവേണ്ടി അവൻ ആഗ്രഹിച്ചാൽ, അതിനുവേണ്ടി അവൻ പണിയെടുത്താൽ, അതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളും അള്ളാഹു ചെയ്തു കൊടുക്കും. അവനെ അള്ളാഹു ആ നേർമാർഗത്തിലേക്ക് തന്നെ നയിക്കും. തീരുമാനമെടുക്കേണ്ടത് അവനാണ്, അതിലേക്ക് പോവണോ പോവണ്ടേ. അള്ളാഹു രണ്ടും വ്യക്തമാക്കി തന്നു. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നന്മയുടെ പാതയും തിന്മയുടെ പാതയും ഉണ്ട്. അതുകൊണ്ട് തിന്മയുടെ പാതയിലേക്ക് നീ പോവരുത്, നന്മയുടെ പാതയിലേക്ക് തന്നെ പോകണം. തിന്മയുടെ പാതയിലേക്ക് പോയി കഴിഞ്ഞാൽ പരലോകത്തെത്തുമ്പോൾ ശിക്ഷ ലഭിക്കും. അത്ര വരെ പറഞ്ഞു. എന്നിട്ട് പോലും ഒരാൾ തിന്മയുടെ പാത തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുമോ അള്ളാഹു ആണ് അയാളെ ആ തിന്മയുടെ പാതയിലേക്ക് കൊണ്ടുപോയി എന്ന് പറയാൻ പറ്റുമോ? അതവൻ സ്വയം തിരഞ്ഞെടുത്തതാണ്. എന്നാൽ ഒരാൾ വിചാരിക്കുകയാണ്, ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് എനിക്ക് നന്മയുടെ പാത തന്നെ മതി, തിന്മയുടെ പാതയിലേക്ക് ഞാൻ പോവില്ല, ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അങ്ങനെയുള്ള സുഖങ്ങളൊന്നും എനിക്ക് വേണ്ട, നാളെ പരലോകത്ത് എനിക്ക് ഏറ്റവും വലിയ സുഖം അള്ളാഹു തരുമല്ലോ, അതുകൊണ്ട് ഈ ലോകത്ത് ചില സുഖങ്ങളൊക്കെ ഞാൻ ഒഴിവാക്കുകയാണ്. അള്ളാഹു എന്താണോ ശരിയെന്ന് പറഞ്ഞത് അത് മാത്രമേ ഞാൻ സ്വീകരിക്കുള്ളൂ. എൻ്റെ മനസ്സിന് ശരിയെന്ന് തോന്നിയതല്ല, അള്ളാഹു ശരിയെന്ന് പറഞ്ഞതേ ഞാൻ സ്വീകരിക്കുള്ളൂ. അങ്ങനെ ഒരാൾ വിചാരിച്ച് അവൻ ആ ഒരു നേർമാർഗം തിരഞ്ഞെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ നേർമാർഗം അള്ളാഹു തുറന്നു കൊടുക്കും, ആ വാതിൽ അള്ളാഹു തുറന്നു കൊടുക്കും. അപ്പോൾ അവൻ അതിലൂടെ സുഖമായിട്ട് സഞ്ചരിക്കാം. ഇതാണ് അള്ളാഹു പറയുന്നത്. അപ്പോൾ അള്ളാഹു ഉദ്ദേശിക്കുന്നവരെന്ന് പറഞ്ഞാൽ ആരാണോ അതിനു വേണ്ടി താല്പര്യപ്പെട്ട് മുന്നോട്ട് വരുന്നത് അവരെയാണ് അള്ളാഹു ഉദ്ദേശിക്കുക, അവർക്കാണ് അള്ളാഹു അതിനുള്ള അവസരം കൊടുക്കുക എന്നർത്ഥം. ഇനി നമുക്ക് ഈ ആയത്തുകളിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം. യുഖല്ലിബുല്ലാഹുൽ ലൈല വന്നഹാറ, നൂനിൻ്റെ ശബ്ദം മണിക്കുക. ആ നെഹാറ് കഴിഞ്ഞിട്ട് അവിടെ ഒരു ജീമ് കാണാം. പാരായണം നിർത്താം, നിർത്താതെയും ഓതാം, രണ്ടിനും ഒരേ പ്രാധാന്യം. നിർത്തുകയാണെങ്കിൽ നെഹാർ അവസാനത്തെ റാന് സുക്കൂനിട്ട് നിർത്തുക. അപ്പോൾ തൊട്ട് മുമ്പുള്ള നീട്ടലിന് വേണമെങ്കിൽ 6 അക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ നീട്ടാം. ഇനി അവിടെ നിർത്താതെ പോവുകയാണെങ്കിൽ അവിടെ എഴുതിയ പോലെ തന്നെ വന്നഹാറ ഇന്ന, അങ്ങനെ അവിടെ നേരങ്ങ് ഓതിപ്പോണം. ഇന്ന നൂനിൻ്റെ ശബ്ദം മണിക്കുക. ഫീ ദാലിക ല ഇബ്റത്തൻ, അവിടെ ബാന് സുക്കൂന് കൽക്കലത്തിൻ്റെ അക്ഷരമാണ്, എടുത്ത് പറയണം. ബ് എന്നുള്ള ശബ്ദം വെളിവായി കേൾക്കണം. ല ഇബ്റത്തൻ, അവിടെ തെൻവീന് വന്നു, ശേഷം ലാമാണ്. ലാമിൻ്റെ മുമ്പ് തെൻവീന് വന്നു കഴിഞ്ഞാൽ ആ തെൻവീനിനെ പൂർണ്ണമായിട്ടും ലാമിലേക്ക് ലയിപ്പിക്കുക, മണിക്കാനേ പാടില്ല. ഇദ്ഗാം ബിലാ ഗുന്ന അല്ലെങ്കിൽ ഇദ്ഗാം ബിഗൈരി ഗുന്ന. അപ്പോൾ ല ഇബ്റത്തല്ലി, ല ഇബ്റത്ത എന്ന് പറഞ്ഞിട്ട് ശബ്ദുള്ള ലാമ് പറഞ്ഞാൽ മതി. ല ഇബ്റത്തല്ലി ലി ഉലിൽ അബ്സ്വാർ, അവിടെ ബാന് സുക്കൂന് കൽക്കലത്തിൻ്റെ അക്ഷരമാണ്, എടുത്ത് പറയണം, വെളിവായി പറയണം. അബ്സ്വാർ എന്നുള്ളതിൻ്റെ അവസാനത്തെ റാന് സുക്കൂനിട്ട് നിർത്തുക. അപ്പോൾ തൊട്ട് മുമ്പുള്ള നീട്ടിൽ 6 അക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ വേണമെങ്കിൽ നീട്ടാം. അടുത്ത ആയത്ത് വല്ലാഹു ഖലഖ കുല്ല ദാബത്തിൻ, അവിടെ ദാ എന്നുള്ള നീട്ടലിന് ശേഷം ഷദ്ദുൽ അക്ഷരം വന്നു. നിർബന്ധമായും 6 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടണം. മദ്ദിന് ശേഷം ഷദ്ദ് വന്നാൽ, അതായത് നീട്ടലിന് ശേഷം ഷദ്ദുൽ അക്ഷരം വന്നാൽ അവിടെ നിർബന്ധമായിട്ടും 6 അക്ഷരത്തിൻ്റെ ദൈർഘ്യം നീട്ടണം. ശരിക്കും അവിടെ മദ്ദിന് ശേഷം ഷദ്ദ് എന്ന് പറഞ്ഞാൽ ആ മദ്ദിന് ശേഷം സുക്കൂനാണ് വന്നിട്ടുള്ളത്. പറയുമ്പോൾ നമ്മൾ വേണമെങ്കിൽ ഷദ്ദ് എന്നും പറയാം. ആ ഷദ്ദിനൊന്ന് പിരിച്ചെഴുതി നോക്കുക, ഷദ്ദുള്ള ബാഇനെ. അപ്പോൾ ആദ്യത്തെ ബാ സുക്കൂനുള്ള അക്ഷരമായിട്ട് വരും. അപ്പോൾ
മദ്ദിന് ശേഷം സുക്കൂൻ എന്നാണ് ശരിക്കും പറയേണ്ടത്. പക്ഷേ നമുക്ക് പഠിക്കുമ്പോൾ എങ്ങനെ പറയാം? മദ്ദിന് ശേഷം ഷദ് വന്നാലും മദ്ദിന് ശേഷം സുക്കൂൻ വന്നാലും നിർബന്ധമായിട്ടും 6 അക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ നീട്ടണം. ഇനി ദാബത്തിന് എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തെൻവീന് ശേഷം മീമാണ്. മീമിൻ്റെ മുമ്പ് തെൻവീന് വന്നാൽ ആ തെൻവീനിനെ മീമിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക. ഇദ്ഗാം ബിഗുന്ന. അപ്പോൾ ദാബത്തിൻ മിൻ. മിൻ മാ ഇൻ എന്ന് പറയുമ്പോൾ അവിടെ മീമിൻ്റെ മുമ്പ് സുക്കൂനുള്ള നൂന് വന്നു. അവിടെയും ഇദ്ഗാം ബിഗുന്ന. ആ സുക്കൂനുള്ള നൂനിനെ മീമിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക. അപ്പോൾ മിം മാ ഇൻ. മാ ഇൻ എന്നുള്ളിടത്ത് നീട്ടലും ഹംസയും അടുത്തടുത്ത് വന്നു ഒരേ പദത്തിൻ്റെ ഉള്ളിൽ നീട്ടലും ഹംസയും അടുത്തടുത്ത് വന്നാൽ 4 or 5 അക്ഷരങ്ങളുടെ അത്ര ദൈർഘ്യം നീട്ടൽ നിർബന്ധമാണ്. മദ് മുത്തസിൽ എന്നാണ് അതിന് പറയാം. അപ്പോൾ മാ ഇൻ. അവിടെ ഒരു സിലി കാണാം. പാരായണം നിർത്താം, നിർത്താതെയും ഓതാം. നിർത്താതെ ഓതാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇനി നിർത്തുകയാണെങ്കിൽ മാ എന്ന് പറഞ്ഞിട്ട് ആ ഹംസക്ക് സുക്കൂനിട്ട് നിർത്തുക. പിന്നെ അവിടെ നിർത്താതെ ഓതുകയാണെങ്കിൽ ആ ഹംസയുടെ തെൻവീനെ പരിഗണിക്കണം. ശേഷം വന്നത് ഫ ആണ്. ഫിൻ്റെ മുമ്പ് തെൻവീന് വരുമ്പോൾ അതിനെ ഇഖ്ഫാ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക. അപ്പോൾ അങ്ങനെ കൂട്ടി ഓതുന്ന ആളുകൾ മാ ഇം ഫ, മാ ഇം ഫ. ഫമിൻഹും എന്നുള്ളിടത്ത് നൂനിന് സുക്കൂന് കാണാം. അതിനുശേഷം ഹ ആണ്. അപ്പോൾ ഹാഇൻ്റെ മുമ്പ് സുക്കൂന് ഉള്ള നൂന് വന്നാൽ അതിനെ ഇൽഹാർ ചെയ്യണം. എൻ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. ഇങ്ങനെ ഇൽഹാറോടുകൂടി പറയേണ്ട സുക്കൂനുള്ള നൂനുകൾ വരുമ്പോൾ ആ ഒരു നൂനിൻ്റെ പുള്ളിക്ക് പുറമേ ആ സുക്കൂനിൻ്റെ ആ ഒരു അടയാളം അവിടെ കാണാൻ പറ്റും. ഇനി ഈ ഒരു ഇന്ന് നമ്മൾ പഠിച്ച ഭാഗത്ത് ഫമിൻഹും എന്ന് കഴിഞ്ഞതിന് ശേഷം വമിൻഹും എന്ന് 2 സ്ഥലത്ത് വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഇതന്നെയാണ് നിയമം. ഫമിൻഹും മൻ, അവിടെ ഫമിൻഹും എന്നുള്ളതിൻ്റെ അവസാനത്തിൽ സുക്കൂനുള്ള മീമ്, ശേഷം മൻ എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഹറക്കത്തുള്ള മീമ്. സുക്കൂനുള്ള മീമിന് ശേഷം ഹറക്കത്തുള്ള മീമ് വന്നാൽ ആ 2 മീമുകളെയും കൂടെ ചേർത്ത് ഷദ്ദുള്ള മീമ് പറയുന്ന പോലെ മണിച്ച് പറഞ്ഞാൽ മതി. അതിന് ഇദ്ഗാം മുത്തമാസിലൈനി എന്നാണ് പറയാം. അപ്പോൾ ഇവിടെ ഫമിൻഹും മൻ. മൈ യംഷി എന്നുള്ളിടത്ത് മൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ സുക്കൂനുള്ള നൂനാണ്, ശേഷം യാ ആണ്. യാഇൻ്റെ മുമ്പ് സുക്കൂനുള്ള നൂന് വരുമ്പോൾ ആ സുക്കൂനുള്ള നൂനിനെ യായിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക. ഇദ്ഗാം ബിഗുന്ന. അപ്പോൾ മൈ യംഷി, മൈ യംഷി. അലാ ബത്നിഹി, അവിടെ ത്വാന് സുക്കൂന് കൽക്കലത്തിൻ്റെ അക്ഷരമാണ്. വെളിവായി കേൾക്കണം ശബ്ദം. ത് എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. ബത്നിഹി എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ഹാ ഉൽ അമീർ. ആ ഹാ ഉൽ അമീറിൻ്റെ മുമ്പും ശേഷവുമുള്ള അക്ഷരങ്ങൾക്ക് ഹറക്കത്തുണ്ട്. അതുകൊണ്ട് ആ ഹാ ഉൽ അമീറിനെ ഒരു 2 അക്ഷരം നീട്ടണം. അവിടെ ഹി എന്നായതുകൊണ്ട് ഒരു യാഇൻ്റെ കഷ്ണം അവിടെ കാണാം. ഹു എന്നാണെങ്കിൽ ഒരു വാവാണ് കൊടുക്കുക. ഇവിടെ ഹി എന്നായതുകൊണ്ട് ഒരു യാഇൻ്റെ കഷ്ണം. അവിടെ ആ അടയാളം യാഇൻ്റെ കഷ്ണമാണ് കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ യാഇൻ്റെ കഷ്ണമെന്ന് തോന്നില്ല. ഇനി വമിൻഹും മൻ യംഷി, അത്രയും ഭാഗത്തുള്ള നിയമങ്ങൾ തൊട്ട് മുമ്പ് പറഞ്ഞല്ലോ. വമിൻഹും എന്നുള്ളതിലും പറഞ്ഞു, ഹും മൻ എന്നുള്ളതിലും പറഞ്ഞു, മൈ യംഷി എന്നുള്ളതിലും പറഞ്ഞു. അപ്പോൾ അതിനി ആവർത്തിക്കുന്നില്ല. അല റിജിലൈനി, ജീമിന് സുക്കൂന് കൽക്കലത്തിൻ്റെ അക്ഷരമാണ്, എടുത്ത് പറയണം. റാഇന് കസ്റായതുകൊണ്ട് രി എന്നുള്ള ഉച്ചാരണം കൊടുക്കുക. അപ്പോൾ റിജിലൈനി. വമിൻഹും മൈ യംഷി, അത് പറഞ്ഞു കഴിഞ്ഞു. അല അർബ, അല എന്നുള്ളതിൻ്റെ അവസാനത്തിൽ മദ് വന്നു, നീട്ടൽ വന്നു. അർബ എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഹംസ വന്നു. അപ്പോൾ മദ്ദും ഹംസയും അടുത്തടുത്താണെങ്കിലും വ്യത്യസ്ത പദങ്ങളിലാണ്. അപ്പോൾ 4 or 5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമല്ല. നിർബന്ധമായിട്ട് നീട്ടണമെന്നില്ല, അതുവരെ ആവാം. 4 or 5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാം. അതിനെ മദ് മുൻഫസിൽ എന്നാണ് പറയാം. അപ്പോൾ അലാ അർബ. അർബഇൻ എന്നുള്ളിടത്ത് അവിടെ ഒരു ജീമ് കാണാം. പാരായണം നിർത്താം, നിർത്താതെയും ഓതാം. 2നും ഒരേ പ്രാധാന്യം. നിർത്തുകയാണെങ്കിൽ അർബ എന്നുള്ളതിൻ്റെ അവസാനത്തെ ആയിനിന് സുക്കൂനിട്ട് നിർത്തുക. നിർത്താതെ പോവുകയാണെങ്കിൽ ആ അർബഇൻ എന്നുള്ളതിൻ്റെ തെൻവീനെ പരിഗണിക്കണം. ശേഷം യാ ആണ്. യഹ്ലുഖു എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ യാ ആണ്. അപ്പോൾ തെൻവീന് ശേഷം യാ വന്നാൽ ആ തെൻവീനിനെ യായിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക. ഇദ്ഗാം ബിഗുന്ന. അപ്പോൾ അർബഇ യഹ്ലുഖു, അർബഇ യഹ്ലുഖു. യഹ്ലുഖുല്ലാഹു മാ യശാ. യശാ എന്നെടുക്കുമ്പോൾ ഷാ എന്നുള്ള ആ ഒരു നീട്ടൽ മദ്, അതിനുശേഷം ഹംസ വന്നു. ഒരേ പദത്തിൻ്റെ ഉള്ളിലാണ്. അതുകൊണ്ട് നിർബന്ധമായും 4 or 5 അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടണം. അത് മദ് മുത്തസിലാണ്. അവിടെ ആ യശാ എന്ന് കഴിഞ്ഞിട്ട് അവിടെ ഒരു ജീമ് കാണാം. പാരായണം നിർത്താം, നിർത്താതെയും ഓതാം. 2നും ഒരേ പ്രാധാന്യം. അവിടെ നിർത്തുകയാണെങ്കിൽ ആ യശാ എന്നുള്ളതിൻ്റെ അവസാനത്തെ ഹംസക്ക് സുക്കൂനിടുക, അല്ലെങ്കിൽ അവിടെ എഴുതിയ പോലെ തന്നെ പാരായണം ചെയ്ത് പോവുക. ഇന്നല്ലാഹ, ഇന്ന നൂനിൻ്റെ ശബ്ദ് മണിക്കുക. അലാ കുല്ലി ഷെയ്ഇൻ, ഷെയ്ഇൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തെൻവീന് ശേഷം ഖാഫാണ്. അപ്പോൾ തെൻവീന് ശേഷം ഖാഫ് വന്നാൽ ഇഖ്ഫാ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക. ഷെയ്ഇൻ ഖദീർ. ഖദീർ എന്നുള്ളതിൻ്റെ അവസാനത്തെ റാഇന് സുക്കൂനിട്ട് നിർത്തുക. അപ്പോൾ തൊട്ട് മുമ്പുള്ള നീട്ടൽ 6 അക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുള്ള മദ് കാര്യങ്ങളായിട്ട് വരും. ഇനി തൊട്ട് മുമ്പുള്ള നീട്ടൽ യാ കൊണ്ടുള്ള നീട്ടലായതുകൊണ്ട് ആ ര് എന്നുള്ള ശബ്ദം കൊടുക്കുക. അവസാനത്തെ റാഇന് സുക്കൂനിട്ടിട്ട് ഖദീർ, ഖദീർ എന്നുള്ള രി എന്നുള്ള ഉച്ചാരണത്തിൽ നിർത്തുക.
അടുത്ത ആയത്ത് ലഖദ്. ആ ലഖദ് എന്ന് എഴുതിയപ്പോൾ അതിൻ്റെ തുടക്കത്തിലുള്ള ലാമിന് ഷെദ് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാ? അവിടെ പാരായണം ചെയ്തു പോകുന്ന ആളുകൾക്ക് ആ ലാമിൻ്റെ ഷെദ് ബാധകമല്ല, അത് പറയണ്ട. അതേസമയത്ത് തൊട്ട് മുമ്പത്തെ ആയത്തിൽ നിർത്താതെ 45-ാമത്തെ ആയത്തിൽ നിർത്താതെ പാരായണം ഒന്നിച്ച് പറയുകയാണെങ്കിൽ അപ്പോൾ ഖദീറുൻ എന്ന് കഴിഞ്ഞിട്ട് ലഖദ് എന്ന് പറയേണ്ടി വരില്ലേ? ആ സമയത്ത് ലാമിൻ്റെ മുമ്പ് തെൻവീന് വന്നു. തെൻവീനിനെ ലാമിലേക്ക് പൂർണ്ണമായും ലയിപ്പിക്കുക, മണിക്കാനേ പാടില്ല. ഇദ്ഗാം ബിലാ ഗുന്ന എന്നുള്ള നിയമം വരും. അതുകൊണ്ട് ഖദീറുൽ ലഖദ് അങ്ങനെ നിർത്താതെ പാരായണം ചെയ്യുന്നവർക്കാണ് ആ ലാമിൻ്റെ ഷദ് ബാധകമാവുള്ളൂ. ലഖദ് അവിടെ ദാലിന് സുക്കൂന് കൽക്കലത്തിൻ്റെ അക്ഷരമാണ്, എടുത്ത് പറയണം, വെളിവായി പറയണം. അൻസൽന സായിൻ്റെ മുമ്പ് സുക്കൂന് നൂന് ഇഖ്ഫാ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക, അവ്യക്തമാക്കി മണിക്കുക. അപ്പോൾ അൻസൽന എന്നുള്ള ആ നാ എന്നുള്ള നീട്ടലിന് ശേഷം ആയാത്തിൻ ഹംസ വന്നു. പക്ഷേ മദ്ദും ഹംസയും വ്യത്യസ്ത പദങ്ങളിലാണ്. അതുകൊണ്ട് 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമല്ല. അൻസൽന ആയാത്തിൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തൻവീന് ശേഷം മീമാണ്. മുബൈനാത്തിൻ എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ മീം. അപ്പോൾ തൻവീന് ശേഷം മീം വന്നാൽ ആ തൻവീനെ മീമിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക. ഇദ്ഗാം ബിഗുന്ന ആയാത്തിൻ മുബൈനാത്ത്. മുബൈനാത്ത് എന്ന് കഴിഞ്ഞിട്ട് അവിടെ ഒരു ജീമ് കാണാം. പാരായണം നിർത്താതെയും ഓതാം, രണ്ടിനും ഒരേ പ്രാധാന്യം. നിർത്തുകയാണെങ്കിൽ മുബൈനാത്ത് എന്നുള്ളതിൻ്റെ അവസാനത്തെ താഇന് സുക്കൂനിട്ടിട്ട് നിർത്തണം. അപ്പോൾ തൊട്ട് മുമ്പുള്ള നീട്ടൽ 6 അക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ വേണമെങ്കിൽ നീട്ടാം. നിർത്താതെ ഓതുകയാണെങ്കിൽ മുബൈനാത്തിൻ വല്ലാഹു. അപ്പോൾ ആ മുബൈനാത്തിൻ എന്നുള്ളതിൻ്റെ അവസാനത്തെ തൻവീനിന് ശേഷം വാവാണെന്ന് മനസ്സിലാക്കണം. വല്ലാഹു എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ വാവാണ്. തൻവീന് ശേഷം വാവ് വരുമ്പോൾ ആ തൻവീനിനെ വാവിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക. ഇദ്ഗാം ബിഗുന്ന. അപ്പോൾ മുബൈനാത്തിൻ വല്ലാഹു നിർത്താതെ നിർത്തുകയാണെങ്കിൽ മുബൈനാത്ത് എന്ന് പറഞ്ഞിട്ട് നിർത്തുക. വല്ലാഹു യഹ്ദി മൈ യശാഉ. ഈ മൈ യശാഉ എന്നുള്ളതിലെ നിയമം തൊട്ട് മുമ്പ് പറഞ്ഞില്ലേ? ഇലാ സിറാത്തിൻ മുസ്തഖീം. സിറാത്തിൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തൻവീന് ശേഷം മീമാണ്. അപ്പോൾ ആ തൻവീനെ മീമിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക. ഇദ്ഗാം ബിഗുന്ന. സിറാത്തിൻ മുസ്തഖീം എന്നുള്ളതിൻ്റെ അവസാനത്തെ മീമിന് സുക്കൂന്, തൊട്ട് മുമ്പുള്ള നീട്ടൽ 6 അക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുള്ള മദ്ദാരിത്. നമുക്ക് ഈ ആയത്തുകളൊന്ന് പാരായണം ചെയ്യാം, ശേഷം ഗ്രാമർ പറയാം. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യുഖല്ലിബുല്ലാഹുൽ ലൈല വന്നഹാർ. ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിഉലിൽ അബ്സ്വാർ. വല്ലാഹു ഖലഖ കുല്ല ദാബത്തിൻ മിമ്മാ ഫമിൻഹും മൻ യംശി അലാ ബത്നിഹി വമിൻഹും മൻ യംശി അലാ റിജ്ലൈൻ വമിൻഹും മൻ യംശി അലാ റിജ്ലൈനി വമിൻഹും മൻ യംശി അലാ അർബഅ. യഖ്ലുഖുല്ലാഹു മാ യശാ. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലഖദ് അൻസൽനാ ആയാത്തിൻ മുബയ്യിനാത്ത്. വല്ലാഹു യഹ്ദി മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. ഗ്രാമർ നോക്കുകയാണെങ്കിൽ യുഖല്ലിബുല്ലാഹുൽ ലൈല വന്നഹാറ. യുഖല്ലിബു മാറ്റിമറിക്കുന്നു. ആര്? അള്ളാഹു. അപ്പോൾ അള്ളാഹു അവിടെ ഫായിലാണ്, അല്ലെങ്കിൽ സബ്ജക്റ്റാണ്, കർത്താവാണ്. ഫായിലിന് എപ്പോഴും ഇറാബ് റഫ് ആയിരിക്കും, സാധാരണ ലമ്മ് കൊണ്ടോ ലമ്മ് തൻവീന് കൊണ്ടോ. അതുകൊണ്ടാണ് അള്ളാഹു എന്ന അവസാനത്തിൽ റഫ് ഇട്ട് എഴുതിയത്. ഇനി എന്തിനെയാണ് മാറ്റിമറിക്കുന്നത്? അല്ലൈല, രാത്രിയെ. അപ്പോൾ അത് മഫ്ഊലുൻ ബിഹിയാണ്, ഒബ്ജക്റ്റാണ്, കർമ്മാണ്. മഫ്ഊലുൻ ബിഹിക്ക് എപ്പോഴും ഇറാബ് നെസ്ബായിരിക്കും. അതുകൊണ്ടാണ് ലൈല ഫതഹ് ഇട്ടത്. ഫതഹ് കാര്യമായിട്ട് നമ്മൾ നെസ്ബ് കാണിക്കാൻ വേണ്ടിയിട്ട് ഫതഹാണല്ലോ ഇടുക. ഇനി ആ ലൈല എന്നുള്ളതിനോട് ചേർത്ത് കൊണ്ട് നെഹാറും വന്നു. അപ്പോൾ വാവിട്ടിട്ട് വൻ നെഹാറ എന്നെഴുതി. അപ്പോൾ രണ്ടും മഫ്ഊലുൻ ബിഹികളാണെന്ന് പറയാം. എന്നാൽ ഗ്രാമറിൻ്റെ ഭാഷയിൽ നമ്മൾ ആ ലൈലിലേക്ക് ചേർക്കപ്പെട്ടത് മഅതൂഫ് എന്ന് പറയും, അന്നഹാറിന്. അപ്പോൾ അതുകൊണ്ട് ലൈലിന് കിട്ടിയ അതേ അടയാളം നെഹാറിനും കിട്ടും, നെഹാറ. ഇന്ന ഫീ ദാലിക ലഇബ്റത്തൻ. ശരിക്കും അവിടെ ഇന്ന ഇബ്റത്തൻ എന്നാണ്. ഇന്നക്ക് ശേഷം വരുന്ന ഇസ്മുകൾക്ക്, ഇന്നയുടെ ഇസ്മായിട്ട് വരുന്ന പദങ്ങൾക്ക് എപ്പോഴും ഇറാബ് നെസ്ബായിരിക്കും. അപ്പോൾ ഇന്നല്ലാഹ എന്നാണ് പറയുക. അതേപോലെ ഇന്ന ഇബ്റത്തൻ, ആ ഇബ്റത്ത് എന്നുള്ളതിന് നെസ്ബ് കിട്ടി ഇന്നയുടെ ഇസ്മായി വന്നതുകൊണ്ട്. ഇനി ലി ഉലി എന്നെടുത്തു കഴിഞ്ഞാൽ ആ ലി എന്നുള്ള ഹർഫ് ജറ് വന്നതുകൊണ്ടാണ് ഉലി എന്ന് ജറ് കിട്ടിയ രൂപത്തിൽ, അവസാനത്തിൽ കസറുള്ള രൂപത്തിൽ എഴുതിയത്. ഉലു, ഉലി എന്നൊക്കെ അതിന് വരാറുണ്ടല്ലോ. ഇനി ഉലിൽ അബ്സ്വാർ എടുത്തു കഴിഞ്ഞാൽ അബ്സ്വാറിലേക്ക് ഉലി എന്നുള്ളതിനെ ചേർത്തു. അപ്പോൾ മുലാഫിൻ ഇലൈഹിയാണ്. ഒരു ഇസ്മിനെ മറ്റൊരു ഇസ്മിലേക്ക് ചേർക്കുമ്പോൾ ഏതിലേക്കാണോ ചേർത്തത് അതിനെയാണ് മുലാഫിൻ ഇലൈഹി എന്ന് പറയാം. അതിനെപ്പോഴും ഇറാബ് ജറായിരിക്കും, സാധാരണ കസർ കൊണ്ടോ കസർ തൻവീനുണ്ടോ. ഇവിടെ അബ്സ്വാറാണ് മുലാഫിൻ ഇലൈഹി. അപ്പോൾ അതിന് ജറ് കിട്ടിയിട്ടുണ്ട്, അതാണ് അബ്സ്വാരി എന്ന അവസാനത്തിൽ കസറിട്ട് എഴുതിയത്.
അടുത്തായത് വല്ലാഹു ഖലഖ, അള്ളാഹു സൃഷ്ടിച്ചു. എന്തിനെ സൃഷ്ടിച്ചു? കുല്ല, എല്ലാ. അപ്പോൾ ആ കുല്ല എന്നുള്ളതാണ് അവിടെ മഫൂലും ബിഹി. അതിന് ഇറാബ് നസ്ബാണ്, അതുകൊണ്ടാണ് അവിടെ കുല്ല എന്ന് ഫതഹ ഇട്ട് എഴുതിയത്. ഇനി കുല്ല ദാബത്തിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ മുലാഫിൻ ഇലൈഹിയാണ്. ദാബത്ത് എന്നുള്ളതിലേക്ക് കുല്ല എന്നുള്ളതിനെ ചേർത്തു. അപ്പോൾ ദാബത്ത് മുലാഫിൻ ഇലൈഹിയാണ്, അതിന് ഇറാബ് ജറാണ്, അതുകൊണ്ടാണ് ദാബത്തിൻ എന്ന് എഴുതിയത്. മിൻ മാ എന്ന് എടുത്തു കഴിഞ്ഞാൽ മിൻ ഹർഫ് ജറാണ്, മിന്നിന് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജറ് കിട്ടും. അതുകൊണ്ട് മിൻ മാ ഇൻ. ആ മാ ഇൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ കസ്ർ തൻവീൻ ഇടാനുള്ള കാരണം അതിന് ജറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഫമിൻഹും മൈ യംഷി അലാ ബത്നിഹി. അല എന്നുള്ളതും ഹർഫ് ജറാണ്, അതിനുശേഷം വരുന്ന ഇസ്മിന് ജറ് കിട്ടും, അതുകൊണ്ടാണ് ബത്നി എന്ന് എഴുതിയത്. ബത്നി എന്നുള്ളതിൻ്റെ കൂടെ ഹി എന്നേ ചേരുള്ളൂ. ബത്നു എന്നാണെങ്കിൽ ഹു എന്നാണ് ചേരുക. വമിൻഹും മൈ യംഷി അലാ റിജിലൈനി. അല എന്നുള്ളത് ഹർഫ് ജറ നമ്മൾ പറഞ്ഞു. ഇനി റിജിലൈനി, ശരിക്ക് റിജിലുൻ കാല്, റിജിലാനി രണ്ട് കാലുകൾ. ഈ റിജിലാനി എന്ന് പറയുമ്പോൾ അത് റഫ്ഇൻ്റെ രൂപമാണ്. എന്നാൽ റിജിലൈനി എന്ന് പറയുമ്പോൾ അത് നെസ്ബിൻ്റെയും ജറിൻ്റെയും രൂപ. അപ്പോൾ അല എന്ന് വന്നതിന് ശേഷം റിജിലാനി പറയൂല. അല ഇല്ലാതെ പറയുമ്പോൾ രണ്ട് കാലുകൾ എന്ന് പറയാൻ വേണ്ടി റിജിലാനി പറയും. അല അതിൻ്റെ മുമ്പിൽ വന്നാൽ റിജിലൈനിയെ പറയുള്ളൂ. അപ്പോൾ അല വന്നതുകൊണ്ട് ജറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് റിജിലാനി എന്നുള്ളതിനെ റിജിലൈനി എന്നാക്കി മാറ്റിയത്. വമിൻഹും മൈ യംഷി അലാ അർബഇൻ. അല എന്നുള്ളത് ഹർഫ് ജറ് വീണ്ടും വന്നു, അർബഇൻ എന്നവിടെ ജറ് കിട്ടിയ രൂപത്തിൽ എഴുതി. യഖ്ലുഖുല്ലാഹു, യഖ്ലുഖു സൃഷ്ടിക്കുന്നു, ആര്? അള്ളാഹു. അപ്പോൾ അള്ളാഹു എന്നുള്ളത് ഫായിലാണ്, അതുകൊണ്ട് അള്ളാഹു അവസാനത്തിൽ ലമ്മിട്ട് എഴുതിയിട്ടുണ്ട്. മാ യശാഉ ഇന്നല്ലാഹ, ഇന്നയ്ക്ക് ശേഷം വരുന്ന ഇന്നയുടെ ഇസ്മ്, അത് ഇന്നയുടെ ഇസ്മ എന്ന് പറഞ്ഞാൽ ഇന്ന എന്തിനെക്കുറിച്ചാണോ പറയുന്നത് അതിനെയാണ് ഇന്നയുടെ ഇസ്മ എന്ന് പറയാം. പിന്നെ അതിൻ്റെ ഒരു വിവരണമായിക്കൊണ്ടൊരു ഇസ്മ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഇന്നയുടെ ഖബർ എന്ന് പറയും. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇന്നല്ലാഹ ഖദീറുൻ, ആ ആയത്തിൻ്റെ അവസാന ഭാഗത്ത് ഖദീർ ഉണ്ടല്ലോ. അപ്പോൾ ഇന്നല്ലാഹ ഖദീറുൻ എന്നാണ് ശരിക്കും വാചകം. അതിൻ്റെ ഇടയിൽ ഒരു അലാ കുല്ലി ഷൈഇൻ കയറി ഒന്നെന്ന് മാത്രം. ഇന്നല്ലാഹ ഖദീറുൻ എന്ന് പറയുമ്പോൾ ഇന്നയുടെ ഇസ്മാണ് അള്ളാഹു എന്നുള്ള പദം, ഇന്നയുടെ ഖബറാണ് ഖദീർ എന്നുള്ള പദം. ഇന്നയുടെ ഇസ്മിന് നെസ്ബായിരിക്കും, ഇന്നയുടെ ഖബറിന് റഫ് ആയിരിക്കും. അപ്പോൾ ഇന്നല്ലാഹ ഖദീറുൻ, അതേപോലെ ഇന്നല്ലാഹ ഗഫൂറുൻ, അതൊക്കെ ആ രൂപത്തിലാണ് പറയാം. അലാ കുല്ലി ഷൈൻ എന്ന് എടുത്തു കഴിഞ്ഞാൽ അല അർഫ് ജറാണ്, അതുകൊണ്ട് കുല്ലി എന്ന് ജറ് കിട്ടിയ രൂപത്തിൽ എഴുതി. ഇനി കുല്ലി ഷെയ്ൻ എന്ന് എടുത്തു കഴിഞ്ഞാൽ അത് മുലാഫിൻ ഇലൈഹി പദപ്രയോഗമാണ്. അപ്പോൾ കുല്ല് എന്നുള്ളതിനെ ഷെയ്യിലേക്ക് ചേർത്തു. ഷെയ് എന്നുള്ളത് മുലാഫിൻ ഇലൈഹിയാണ്, അതിന് ജറ് കിട്ടണം, അതുകൊണ്ട് ഷെയ് ഇൻ എന്ന് കസ്ർ തൻവീനിട്ട് എഴുതി. ലഖദ് അൻസൽന ആയാത്തിൻ. അൻസൽന, അൻസല ഇറക്കി, അവതരിപ്പിച്ചു. നാം, ആരാണ് ഇറക്കിയത്? നാം. അപ്പോൾ അത് ഫായിലാണ്. ഫായിലിന് ഇറാബ് റഫ് ആണ്, പക്ഷേ എന്നുള്ളത് മബിനിയായ പദം എന്ന് പറയും. അതിന് പ്രത്യേകിച്ച് ലമ്മിട്ട് കൊടുക്കാനൊന്നും പറ്റില്ല, അത് റഫിൻ്റെ സ്ഥാനത്താണെന്ന് പറയാം. ഇനി എന്താണ് ഇറക്കിയത്? ആയാത്തിൻ, ആയത്തുകളെ. ഇവിടെ ആയാത്ത് എന്നുള്ള പദം എടുത്തു കഴിഞ്ഞാൽ അത് അലിഫ് താ അക്ഷരങ്ങളിൽ അവസാനിക്കുന്ന സ്ത്രീലിംഗ ബഹുവചന രൂപമാണ്. അങ്ങനെയുള്ള ഇസ്മുകളെ ജംഅ് മുഅന്നസ് സാലിം എന്നാണ് പറയുക. ഈ ജംഅ് മുഅന്നസ് സാലിമിന് നെസ്ബ് കൊടുക്കേണ്ട സന്ദർഭം വന്നാലും ജറ് കൊടുക്കേണ്ട സന്ദർഭം വന്നാലും കസ്ർ കൊണ്ടോ കസ്ർ തൻവീന് കൊണ്ടോ ആണ് സൂചിപ്പിക്കുക. അപ്പോൾ ഇവിടെ ആയാത്തിൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ കസ്ർ തൻവീന് വന്നു. കസ്ർ തൻവീന് വന്നാൽ ഒന്നുകിൽ അത് ജറായിരിക്കാം, അല്ലെങ്കിൽ അത് നെസ്ബായിരിക്കാം. ഇവിടെ നമ്മൾ അതിൻ്റെ സ്ഥാനം നോക്കുകയാണെങ്കിൽ ലഖദ് അൻസൽന, തീർച്ചയായും നാം അവതരിപ്പിച്ചു. എന്തിനെയാണ് അവതരിപ്പിച്ചത്? ആയാത്ത്, ദൃഷ്ടാന്തങ്ങളെ. അപ്പോൾ അത് മഫ്ഊലും ബിഹിയാണ്. അതുകൊണ്ട് ആ ആയാത്ത് എന്നുള്ളതിൻ്റെ കസ്ർ തൻവീന് നെസ്ബിനെ സൂചിപ്പിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ആ ആയാത്തിനെ വിശേഷിപ്പിക്കുന്ന ഒരു സിഫത്ത് അല്ലെങ്കിൽ നാത്ത് ആയിട്ട് വന്ന പദമാണ് മുബയ്യിനാത്ത്. ആയാത്തിൻ, മുബയ്യിനാത്തിൻ, രണ്ടും ഒരേ രൂപത്തിൽ എഴുതണം. സിഫത്ത് എഴുതുമ്പോൾ അല്ലെങ്കിൽ ഒന്നിനെ മറ്റൊരു പദം കൊണ്ട് വിശേഷിപ്പിക്കുമ്പോൾ രണ്ടിനും ഒരേ രൂപഘടന കിട്ടണം. ആയാത്തുൻ എന്നാണെങ്കിൽ മുബയ്യിനാത്തുൻ എന്നെഴുതും. ആയാത്തിൻ, മുബയ്യിനാത്തിൻ, രണ്ടും ഒരേ ഘടനയിൽ എഴുതിയിട്ടുണ്ട്. വല്ലാഹു യഹ്ദി, അള്ളാഹു നയിക്കുന്നു അല്ലെങ്കിൽ വഴി കാണിക്കുന്നു. മൈ യശാഉ, അവൻ ഉദ്ദേശിക്കുന്നവരെ, ഇലാ സിറാത്തിൻ. ഇലാ എന്നുള്ളത് ഹർഫ് ജറാണ്, അതിനുശേഷം വരുന്ന ഇസ്മിന് ജറ് കിട്ടും, അതുകൊണ്ട് സിറാത്തിൻ കസ്ർ തൻവീനിട്ട് എഴുതി, അല്ലെങ്കിൽ ജറ് കൊടുത്ത രൂപത്തിൽ എഴുതി. ഇനി ആ സിറാത്തിനെ വിശേഷിപ്പിക്കുന്ന പദമാണ് മുസ്തഖീം, സിഫത്താണ്, നാത്താണ്. അതുകൊണ്ട് സിറാത്ത് എങ്ങനെയാണോ എഴുതിയത് അതുപോലെ മുസ്തഖീം എഴുതും. സിറാത്തിൻ അവസാനത്തിൽ കസ്ർ തൻവീനാണ് അല്ലെങ്കിൽ ജറാണ്. മുസ്തഖീമിൻ അതിനും ജറാണ് അല്ലെങ്കിൽ കസ്ർ തൻവീനാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ആയത്തുകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.